Hello students, welcome back to Edu Plus Academy. ഇന്ന് നമ്മൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ 8th ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റാഫിംഗ് ആൻഡ് ഡയറക്റ്റിങ്ങിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനായ സ്റ്റാഫിംഗ് വരെ ആയിരുന്നു എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റിംഗ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡയറക്റ്റിങ്ങും പിന്നെ ഡയറക്റ്റിങ്ങിൻ്റെ എലമെൻസും ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പ്രോസസ്സാണ് ഡയറക്റ്റിംഗ്. അതെന്താണ്? ഇൻസ്ട്രക്റ്റിംഗ്. ഡയറക്റ്റിംഗ് ഇസ് എ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്റ്റിംഗ്, ഗൈഡിങ്, കൗൺസിലിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് ലീഡിങ് പീപ്പിൾ ഇൻ ദി ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ എന്താണ്? ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യുന്നതും ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നതും കൗൺസിലിംഗ് ചെയ്യുന്നതും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഡയറക്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള അവർ എന്താണ് നിർദ്ദേശിക്കുന്നത്, വാട്ട് ഈസ് മെൻ ബൈ ഡയറക്റ്റിംഗ് എന്താണെന്ന് നോക്കാം. പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുന്ന സുപ്രധാനമായ ഒരു മാനേജീരിയൽ ജോലിയാണ് ഡയറക്റ്റിംഗ്. പ്രവർത്തനത്തിലേക്ക് നീക്കൽ എന്നാണ് ഈ വാക്കിനർത്ഥം. ആളുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകുക, അവരെ നയിക്കുക, പ്രചോദിപ്പിക്കുക എന്നിവയെല്ലാം ഡയറക്റ്റിംഗിൽ പെടും. പ്ലാനിംഗ്, സംഘാടനം, സ്റ്റാഫിംഗ് എന്നിവ ജോലി ആരംഭിക്കുന്നതിന് മുൻപുള്ള തയ്യാറെടുപ്പുകൾ മാത്രമാണ്. ഡയറക്റ്റിംഗ് എന്നാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്താണ്? ഒരു ജോലി ചെയ്യുന്നതിന് മുൻപേയുള്ള തയ്യാറെടുപ്പുകളായിരുന്നു അതൊക്കെ. പ്ലാനിങ് ചെയ്യാനും അത് ഓർഗനൈസ് ചെയ്യുന്നതും പിന്നെ സ്റ്റാഫിങ്ങിലൂടെ നമ്മൾ ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവരെ എന്താണ്? ഒരു ജോലി ആരംഭിക്കുന്നതിന് മുൻപുള്ളൊരു തയ്യാറെടുപ്പായിരുന്നു. പക്ഷേ ഡയറക്റ്റിംഗ് എന്നാൽ എന്താണ്? ഡയറക്റ്റിംഗ് എന്ന ജോലി മാനേജർ ആരംഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള പണി ആരംഭിക്കുന്നത്. അതായത് ജോലി ചെയ്യാൻ ആളുകൾക്ക് നിർദ്ദേശം നൽകൽ, അവർക്ക് മാർഗനിർദ്ദേശം നൽകൽ, അവരുടെ ജോലിയുടെ മേൽനോട്ടം നടത്തൽ എന്നിവ ഇതിൻ്റെ കീഴിൽ വരുന്നു. നിർദ്ദേശങ്ങൾ നൽകുകയും ആദ്യം പ്ലാൻ ഇട്ടതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിന് ഉപയോഗിച്ച പ്രക്രിയകളും ടെക്നിക്കുകളും ഉൾക്കൊള്ളുന്നതാണ് ഡയറക്റ്റിംഗ്. അപ്പോൾ എന്താണ്? അപ്പോൾ അതൊരു പ്രോസസ്സാണ്. എന്താണ്? നമ്മുടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ എന്താണ് പ്രചോദിപ്പിക്കുന്നു, അതുപോലെ അവർ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ കൊടുത്തിട്ട് അവർ നമ്മൾ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കുകയാണ് ഡയറക്റ്റിങ്ങിലൂടെ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഡയറക്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇനീഷ്യേറ്റ് ആക്ഷൻ. നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ വർക്കുകളും എന്താണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫംഗ്ഷൻ കൂടിയാണ് എന്ത്? ഡയറക്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് പെർവാസീവ് ആണ്. അതായത് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ലെവലിലും ഡയറക്റ്റിംഗ് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒരു എന്താ വെച്ചാൽ ഒരു മാനേജ്മെൻറ്റ് എല്ലാ ലെവൽസും പറയുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും നമുക്ക് എന്താണ് ഡയറക്റ്റിംഗ് ആപ്ലിക്കബിൾ ആണ്. നെക്സ്റ്റ് അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് കൂടിയാണ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ഒരു ലൈഫ് ടൈമിൽ മൊത്തം ആവശ്യമാണ് ഡയറക്റ്റിംഗ്. എന്നാലും നമുക്ക് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും അതുപോലെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ ത്രൂ ഡയറക്റ്റിങ്ങിലൂടെ. നെക്സ്റ്റ് അതൊരു ഫ്ലോ ഫ്രം ടോപ്പ് ടു ബോട്ടം ആയിട്ടുള്ളൊരു പ്രക്രിയയാണ്. എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് താഴേക്കാണ് ഡയറക്റ്റിംഗ് ഫോളോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ്, അപ്പം ഞാൻ നിങ്ങളടുത്ത് പറയുകയാണ്, അപ്പം ഞാനാണ് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നത്, അല്ലാതെ നിങ്ങൾ എന്നെയല്ല ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലോ ഫ്രം ബോട്ടം ടു ഫ്രം ടോപ്പ് ടു ബോട്ടം ആയിട്ടാണ് നമ്മളിപ്പം ഒരു അധികാരമല്ല, നമ്മളിപ്പോൾ ഒരു കാര്യം ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യുമ്പം എന്ന് വെച്ചാൽ ആ ഒരാൾ നമ്മളുടെ സുപ്പീരിയർ ആയിരിക്കും. നമ്മളിപ്പോൾ എല്ലാവരും വർക്കേഴ്സ് ആണെങ്കിൽ നമ്മുടെ സുപ്പീരിയർ ആയിരിക്കും നമ്മൾ എന്താണ് ഡയറക്റ്റ് ചെയ്യുക. ആ ഒരു ഫ്രം ടോപ്പ് ടു ബോട്ടം ആയിരിക്കും അതിൻ്റെ ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഡയറക്റ്റിങ്ങിൻ്റെ. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് എലമെൻറ്റ്സ് ആണ്. 4 എലമെൻറ്റ്സ് ആണ് ഡയറക്റ്റിങ്ങിനുള്ളത്. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ നോക്കുക, മേൽനോട്ടം എന്ന് പറഞ്ഞാൽ കീഴ് ജീവനക്കാരെ അവരുടെ ജോലി നിർവഹിക്കുന്നതിന് നേരിട്ട് നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യലാണ് മേൽനോട്ടം. കൂടുതൽ നന്നായി പണിയെടുക്കാൻ നിർദ്ദേശം നൽകുക, നയിക്കുക, പ്രചോദിപ്പിക്കുക എന്നീ ജോലികൾ അടങ്ങിയതാണ് മേൽനോട്ടം. അപ്പോൾ ഈ ഒരു സൂപ്പർവൈസർ നമ്മൾക്ക് എന്താണ് ചെയ്യുന്നത്? സൂപ്പർവിഷനിലൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് ശരിയായ രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മളെ കൺട്രോൾ ചെയ്യാനോ അതുപോലെ നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതും അതുപോലെ നമുക്ക് കാര്യങ്ങളൊക്കെ ഗൈഡ് ചെയ്യുന്നതും അതുപോലെ നമ്മളെ നയിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു പ്രക്രിയയാണ് ഈ ഒരു സൂപ്പർവിഷനിലൂടെ നടക്കുന്നത്, മേൽനോട്ടത്തിലൂടെ നടക്കുന്നത്. അപ്പം ആരായിരിക്കും? നമ്മൾ ജോലി ചെയ്യുമ്പം നമുക്കൊരു സുപ്പീരിയർ ഉണ്ടാകും. ആ ഒരു സൂപ്പർവൈസർ ആയിരിക്കും നമ്മളെ ആ ഒരു ജോലി നിർവഹിക്കുന്നതൊക്കെ നേരിട്ടിട്ട് കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു മേൽനോട്ടത്തിലൂടെയാണ്. അപ്പോൾ ഇനി നമുക്ക് മേൽനോട്ടത്തിൻ്റെ അഥവാ സൂപ്പർവിഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം.
കൽപ്പനകളും നിർദ്ദേശങ്ങളും നൽകുമെന്ന് ഉറപ്പുവരുത്തുന്നു, നിയന്ത്രണത്തിന് സൗകര്യപ്പെടുത്തുന്നു, അച്ചടക്ക പാലനം, വിവരശേഖരണം, ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നു, പ്രേരണ മെച്ചപ്പെടുത്തുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് സൂപ്പർവിഷൻ്റെ. അപ്പോൾ സൂപ്പർവിഷനിലൂടെ നമുക്ക് എന്താണ് ഓരോ കമാൻഡ്സും ഓരോ കൽപ്പനകളും അതുപോലെ ഓരോ നിർദ്ദേശങ്ങൾ അതൊക്കെ നൽകുന്നുണ്ട് സൂപ്പർവിഷനിലൂടെ. അതുപോലെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, നിയന്ത്രണത്തിന് സൗകര്യപ്പെടുത്തുന്നു. എന്തെങ്കിലും തെറ്റായ രീതിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മളെ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് തിരുത്തി ശരിയാക്കി തരുന്ന അങ്ങനെ ഒരു കൺട്രോൾ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ എന്താണ് ഒരാൾ നമ്മളെ സൂപ്പർവൈസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ അച്ചടക്കപരമായിട്ടായിരിക്കും പെരുമാറുക. നമ്മുടെ ജോലിയിലാണെങ്കിൽ ഒരു അച്ചടക്കം നമുക്ക് ഓൾറെഡി വരും. ഇങ്ങനെ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ സൂപ്പർവൈസർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അച്ചടക്കം ഉണ്ടാവും. അതുപോലെ നമ്മൾ നോർമൽ ചെയ്യുന്നതിലും കുറച്ചും കൂടി കെയർഫുൾ ആയിട്ടായിരിക്കും ഒരു ജോലി ചെയ്യുക. അതുപോലെ വിവരശേഖരണം. അപ്പോൾ ഒരു സൂപ്പർവൈസർ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു ഡാറ്റാസും കാര്യങ്ങളൊക്കെ അവർ കളക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന നമ്മുടെ ആ ഒരു പങ്ക്ച്വാലിറ്റി, അതുപോലെ നമ്മൾ ഈ ഒരു ജോലിയൊക്കെ എത്ര ടൈം എടുത്തു, നമ്മൾ എത്ര പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഒക്കെ ആണെങ്കിൽ അവർക്കൊരു ടാർഗറ്റ് ഉണ്ടാവും, ഇത്ര ടൈമിനുള്ളിൽ ഇത്ര പ്രൊഡക്റ്റ് വേണം എന്നൊക്കെ വെക്കണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു വിവരം ശേഖരിക്കുന്നുണ്ട് ഒരു സൂപ്പർവിഷനിലൂടെ. അതുപോലെ ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നുണ്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു സൂപ്പർവൈസറിൻ്റെ അടുത്ത് ചോദിക്കാനോ, അതുപോലെ ആ ഒരു സൂപ്പർവിഷനിലൂടെ നമുക്ക് ആ ഒരു ആശയവിനിമയം, ആ ഒരു കമ്മ്യൂണിക്കേഷൻ കൂടെ അവിടെ ഡെവലപ്പ് ആവുന്നുണ്ട്. അതുപോലെ നമ്മുടെ പ്രേരണ മെച്ചപ്പെടുത്തുന്നു, നമുക്കൊരു മോട്ടിവേഷൻ കൂടെ കിട്ടുന്നുണ്ട് ഈ ഒരു സൂപ്പർവിഷനിലൂടെ. നെക്സ്റ്റ് മോട്ടിവേഷൻ അഥവാ പ്രചോദനം. പ്രചോദനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടാൻ ആളുകളെ പ്രോത്സാഹിപ്പിച്ച് പണിയെടുപ്പിക്കുന്ന പ്രക്രിയ എന്നാണ് പ്രചോദിപ്പിക്കുക എന്നതിനർത്ഥം. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പ്രവർത്തനമാണ് മോട്ടിവേഷൻ. അപ്പോൾ മോട്ടിവേഷനിലൂടെ എംപ്ലോയീസൊക്കെ അതിൽ നിന്ന് മാക്സിമം പ്രൊഡക്ടിവിറ്റി എടുക്കാൻ സഹായിക്കും. എംപ്ലോയീസിൽ നിന്ന് നമുക്കിപ്പം ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എംപ്ലോയീസിന് മാനേജ്മെൻറ്റ് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻസെൻറ്റീവ്സ്, അലവൻസ്, അതുപോലെ മറ്റുള്ള ഓരോ ബോണസസും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ മോട്ടിവേറ്റഡ് ആയിട്ട് കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് അവർ ജോലി ചെയ്യാൻ തുടങ്ങും. അതെന്താണ് രണ്ട് കൂട്ടർക്കും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഈ കൂടുതൽ ജോലി ഇവർ ചെയ്യുന്നതിലൂടെ ഇവർക്ക് തന്നെയാണ് ബെനിഫിറ്റ്. ഇവർക്ക് കൂടുതൽ ശമ്പളമായിട്ടോ അതുപോലെ കൂടുതൽ ഇൻക്രിമെൻറ്റോ പ്രൊമോഷനോ ആ ഒരു മോട്ടിവേഷൻ അവർക്ക് കിട്ടുന്നതിലൂടെയാണ് അവർ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ജോലി ചെയ്യുന്നത്. അതേസമയം ഒബ്ജക്റ്റീവ്സ്, ഈ ഒരു ഓർഗനൈസേഷൻ്റെ ആ ഒരു ഗോൾസ് അവർ അച്ചീവ് ചെയ്യുന്നതിലൂടെ അത് ഓർഗനൈസേഷൻ ഒരു ഗ്രോത്താണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രചോദിപ്പിക്കലിൻ്റെ സ്വഭാവം അതൊരു മനഃശാസ്ത്രപരമായ പ്രതിഭാസമാണ്. മനുഷ്യരുടെ പെരുമാറ്റത്തെ സഹതാപപൂർവ്വം മനസ്സിലാക്കാൻ കഴിവുണ്ടാകണം. നെക്സ്റ്റ്, സ്ഥാപനത്തിലെ അംഗങ്ങളിൽ ആഗ്രഹം, ആവേശം, ഉത്സാഹം എന്നിവ ഉളവാക്കാനും ശക്തിപ്പെടുത്താനും കഴിയണം. പക്ഷേ ഈ ഒരു മോട്ടിവേഷനിലൂടെ എംപ്ലോയീസൊക്കെ കൂടുതൽ ഭയങ്കര ഇൻട്രസ്റ്റോടെ, അതുപോലെ അവർക്കൊരു ആവേശത്തോടെ ആയിരിക്കും അവർ ജോലി, ആ ഒരു ഉത്സാഹത്തോടെ ആയിരിക്കും ജോലി ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള മോട്ടിവേഷൻ അവർക്ക് ഈ ഒരു എന്തെങ്കിലും ഈ മോണിറ്ററി ടേംസിൽ കിട്ടുന്ന ഈ ഒരു ബെനിഫിറ്റ് ആയിക്കോട്ടെ, ഈ ഒരു ബോണസ് ആയിക്കോട്ടെ, ഇൻക്രിമെൻ്റ് ആയിക്കോട്ടെ, അതുപോലെ ഈ ഒരു പ്രമോഷൻ, അങ്ങനെയുള്ള ഓരോ മോട്ടിവേഷൻ അവർക്ക് വരും. അപ്പോൾ അവർ കൂടുതൽ ഉത്സാഹത്തോടെ ആയിരിക്കും ജോലി ചെയ്യുക. അത് ഈ ഒരു മോട്ടിവേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. അതുപോലെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനും സഹായകരമാണ്. ഇതിലൂടെ ഈ ഒരു മോട്ടിവേഷനിലൂടെ അവർക്ക് ഈ എംപ്ലോയീസ് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായി ജോലി ചെയ്യുന്നത് കൊണ്ട് അത് ആ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ട് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണിത്. അപ്പോൾ അവർ കൂടുതൽ നല്ല രീതിയിൽ ജോലി ചെയ്യും. എന്ന് വെച്ചാൽ അവരുടെ ആവശ്യം കൂടിയാണ്, എംപ്ലോയീസിൻ്റെ ആവശ്യം കൂടിയാണ് അത് അച്ചീവ് ചെയ്യണം, ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, എന്നാലേ അവർക്ക് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അവർ ആ ഒരു രീതിയിലായിരിക്കും ജോലി ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് മോട്ടിവേഷൻ്റെ ഫീച്ചേഴ്സ് എന്നത് പറയുന്നത്. ഇനി നമുക്ക് മോട്ടിവേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. ഫസ്റ്റ് വൺ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് പണിയെടുക്കാനുള്ള ശേഷിക്കും പണിയെടുക്കാനുള്ള സന്നദ്ധതയ്ക്കും ഇടയ്ക്കുള്ള വിടവ് നികത്തുന്നതിന് പ്രചോദിപ്പിക്കൽ കാരണമാകുന്നു. ഇതുമൂലം ഉൽപ്പാദനക്ഷമത കൂടുന്നു, ഉൽപ്പാദന ചെലവ് കുറയുന്നു, കാര്യക്ഷമത വർദ്ധിക്കുന്നു. അപ്പോൾ പണിയെടുക്കാനുള്ള അവരുടെ ആ ഒരു എനർജിയും അതുപോലെ പണിയെടുക്കാനുള്ള ആ ഒരു മനസ്സിൻ്റെയും ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എംപ്ലോയി അവരുടെ മാക്സിമം അതിൽ ഇൻവോൾവ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് ഒരു ജോലി എന്ന് പറയുന്നത്. പക്ഷേ ഒരു മോട്ടിവേഷൻ ഇല്ലെങ്കിൽ ആ ഒരു എംപ്ലോയീസിന് ആ ഒരു നല്ല ജോലി ആത്മാർത്ഥതയോടെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവരുടെ ആ ഒരു ഗ്യാപ്പ്, ആ പണിയെടുക്കാനുള്ള ആ ഒരു ശേഷിയുടെയും അതുപോലെ എടുക്കാനുള്ള ആ ഒരു സന്നദ്ധയുടെയും ആ ഒരു ഗ്യാപ്പാണ് ഇവിടെ നികത്തുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ മോട്ടിവേഷനിലൂടെ അവർക്കും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതുകൊണ്ട്
അവരുടെ ആ ഒരു മനോഭാവം, അവിടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാതെ ഒരു കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ജോലി ചെയ്യാനും അതുപോലെ എന്താണ് അതുകൂടെ ആ ഒരു കാര്യക്ഷമത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ പ്രൊഡക്റ്റീവായി ജോലി ചെയ്യുന്നതിലൂടെ അവർക്കും ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് അവരുടെ ആ ഒരു കാര്യക്ഷമത വർദ്ധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ലക്ഷ്യപ്രാപ്തി ഉറപ്പാക്കുന്നു. ജീവനക്കാരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിലൂടെ മാനേജ്മെൻറ്റിന് അവരുടെ സഹകരണം ഉറപ്പാക്കാൻ കഴിയുന്നു. അപ്പോൾ അവരുടെ ആ ഒരു ലക്ഷ്യം, ജീവനക്കാർക്ക് അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കൊക്കെ ഈ ഒരു മോട്ടിവേഷനിലൂടെ കൊടുക്കുന്ന ഈ മോണിറ്ററി ടേംസിലൂടെ ആണെങ്കിലും ത്രൂ പ്രമോഷനിലൂടെ ആണെങ്കിലും അതൊക്കെ അവർക്ക് അവരുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ തൃപ്തിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഈ ഒരു ജോലിക്കാർക്ക് അവരുടെ മാനേജ്മെൻറ്റിലൊരു വിശ്വാസവും അവരുടെ ആ ഒരു കോപ്പറേഷൻ, അവരുടെ ആ ഒരു സഹകരണമൊക്കെ എന്താണ് മാനേജ്മെൻറ്റ് ഇവർക്ക് ഉറപ്പാക്കുന്നുണ്ട്. അപ്പോൾ പകരത്തിന് പകരം എന്നതുപോലെ അവർ രണ്ടു കൂട്ടരും നല്ല സ്മൂത്തായിട്ട് തന്നെയായിരിക്കും ആ ഒരു ജോലി ചെയ്യുന്നുണ്ടാവും. അവർക്കും ബെനിഫിറ്റാണ്, അതുപോലെ നേരെ മറിച്ച് എംപ്ലോയീസിനും ബെനിഫിറ്റാണ്. നെക്സ്റ്റ്, വ്യവസായ ബന്ധം മെച്ചപ്പെടുത്തുന്നു. വ്യവസായ ബന്ധം മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പണമായുള്ള പ്രതിഫലം, കാര്യക്ഷമതയ്ക്കുള്ള അംഗീകാരം, പ്രമോഷൻ തുടങ്ങിയവ തൊഴിലാളികളെ തൃപ്തരാക്കുന്നു. അത് തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഇടയിൽ പരസ്പര വിശ്വാസം വളർത്തുന്നു. ഇതിൻ്റെ ഫലമായി മെച്ചപ്പെട്ട വ്യവസായ ബന്ധം നിലവിൽ വരും. അപ്പോൾ ആ ഒരു വ്യവസായ ബന്ധം കൂടിയാണ് അവിടെ മെച്ചപ്പെടുത്തുന്നത്. അതും കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ്റെ ഫീച്ചറാണ്. അവർക്ക് ഈ ഒരു അംഗീകാരവും അതുപോലെ പ്രമോഷനും ഒക്കെ ഈ തൊഴിലാളികളെ വളരെ തൃപ്തരാക്കുന്നുണ്ട്. അപ്പോൾ അത് തൊഴിലാളികൾക്കും അവരുടെ തൊഴിലുടമകൾക്കും ഇടയിലുള്ളൊരു പരസ്പര വിശ്വാസം, അവർക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അവർ ജോലി ചെയ്യുന്നതിനുള്ള ആ ഒരു കൺസിഡറേഷൻ ഇവർ നൽകുന്നതുകൊണ്ട് അവർ കൂടുതൽ ട്രസ്റ്റ് ചെയ്യും അവരെ മാനേജ്മെൻറ്റിനെ. നെക്സ്റ്റ്, മാറ്റങ്ങളോടുള്ള എതിർപ്പ് കുറയും. എന്ന് വെച്ചാൽ പ്രചോദിപ്പിക്കലിലൂടെ തൊഴിലാളികൾക്ക് സ്വയം നന്നാകാൻ വിവിധ അവസരങ്ങൾ ലഭിക്കും. പ്രചോദിപ്പിക്കുന്നത് ഫലപ്രദമാണെങ്കിൽ അത് മാറ്റങ്ങളോടുള്ള എതിർപ്പിനെ ഒതുക്കാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള എലമെൻ്റ് ആണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നേതൃത്വം. ഇപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആർട്ട് ഓഫ് പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ ടു അച്ചീവ് ദെയർ ഗോൾസ്. ഓർഗനൈസേഷൻ്റെ നമ്മുടെ ഒരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവോ അല്ലെങ്കിൽ അതിൻ്റെ ഗോളോ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലീഡറിനെ നമ്മൾ എന്താണ് ഇതിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ലീഡറിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ മേൽ നന്നായിട്ട് വരും. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളൊരു വ്യക്തിയുടെ എബിലിറ്റീനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുക. അപ്പം നമ്മളിപ്പോൾ ഒരു ആളെ ഫോളോ ചെയ്യുകയാണ്, അപ്പം നമ്മുടെ ഒരു മാനേജർ അതായിരിക്കും നമ്മുടെ ലീഡർ. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ട് ആ ഒരു ടീം ഉണ്ടെങ്കിൽ ആ ഒരു ടീം ലീഡർ ഉണ്ടാവും. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനം, അവരുടെ ആ ഒരു ക്യാരക്ടർ, അവർ ആ ഒരു ജോലിയിൽ എത്ര ഡെഡിക്കേറ്റഡ് ആണ് എന്നൊക്കെ സംബന്ധിച്ച കാര്യങ്ങൾ അവരുടെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, അവരുടെ നോർമൽ സബോർഡിനേറ്റ്സ് ആയിക്കോട്ടെ ഒക്കെ അത് ഫോളോ ചെയ്യും. അപ്പോൾ അവർ മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു പവറാണ് ഈ ഒരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ആർട്ട് ഓഫ് പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ ടു അച്ചീവ് ദെയർ ഗോൾസ്. അപ്പോൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പീപ്പിൾസിനെ അവരുടെ കൂടെയുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അതാണ് ഒരു ലീഡറിനെ സംബന്ധിച്ച് അയാൾ ചെയ്യുന്നൊരു കാര്യം. അയാളുടെ ഒരു എബിലിറ്റി തന്നെയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ആ ഒരു വ്യക്തിയുടെ ആ ഒരു എബിലിറ്റിയാണ് നമ്മുടെ ലീഡർഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കുക, നേതൃത്വം അഥവാ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസത്തോടും ആവേശത്തോടും പണിയെടുക്കുന്നതിന് ജീവനക്കാരെ പ്രേരിപ്പിക്കുന്നതിന് ഒരു മാനേജർക്കുള്ള ശേഷിയാണ് നേതൃത്വം. ഓക്കെ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. മനോവീര്യം വർദ്ധിക്കുന്നു, ആത്മവിശ്വാസം ഉളവാക്കുന്നു. അധികാരപ്രയോഗം കൊണ്ട് മാത്രം കാര്യം നടക്കില്ല. കീഴ് ജീവനക്കാരെ സ്വാധീനിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്ത നേതൃത്വം അധികാരത്തിനൊരു താങ്ങാണ്. നെക്സ്റ്റ്, ഔപചാരിക ബന്ധങ്ങളിലെ കുറവുകൾ നികത്തുന്നു. മാനേജ്മെൻറ്റിനും ജീവനക്കാർക്കും ഇടയിൽ സൗഹൃദം പടുത്തുയർത്താൻ ഫലപ്രദമായ നേതൃത്വത്തിന് കഴിയും. അപ്പോൾ ഒരു ലീഡർഷിപ്പ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ലീഡർ എന്താണ്, മറ്റുള്ളവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ ഒരു ലീഡർഷിപ്പ് കൊണ്ട് സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു നല്ലൊരു ലീഡർ ആണെങ്കിൽ നമ്മൾ അയാളുടെ പ്രവർത്തനങ്ങളും അയാൾ ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മൾ കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആവും. എന്നിട്ട് എന്താണ് നമ്മൾ അയാളെ ഫോളോ ചെയ്യാൻ, ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ശ്രമിക്കുക. അയാൾ നല്ലൊരു സ്വഭാവത്തിന് ഉടമയാണെങ്കിൽ അവരുടെ ആ ഒരു എംപ്ലോയീസിനൊക്കെ ആയിട്ട് നല്ല റിലേഷൻ കാത്തു സൂക്ഷിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ എന്താണ് എത്ര നമുക്ക് പല ലീഡർഷിപ്പ് സ്റ്റൈൽസും ഉണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ലീഡറിനെ നല്ല ഒരു ടീമിനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്താണ്, അപ്പോൾ അവരുടെ ആ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ കൂടുതൽ ഫോളോ ചെയ്യുക, അവരെ പോലെ ആവാൻ നോക്കും. അപ്പോൾ അതുപോലെയാണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലീഡറും അവരുടെ സബോർഡിനേറ്റും തമ്മിലുള്ള ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പാണ് എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ ലീഡർഷിപ്പ് സഹായിക്കുന്നുണ്ട്
അതുപോലെ എന്താ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതുപോലെ എന്തൊക്കെയാണ് വേറൊരു ഇമ്പോർട്ടൻസിന് നമ്മൾ പറയുകയാണെങ്കിൽ, അപ്പോൾ ഒരു ലീഡർ നമുക്കൊരു എന്താണ് കോൺഫിഡൻസും അതുപോലെ ഒരു എൻകറേജ്മെൻറ്റും ഒക്കെ തരുന്ന ഒരാളാണ്. അപ്പോൾ അതിലൂടെ എന്താണ് എംപ്ലോയീസിനെ മോട്ടിവേറ്റഡ് ആക്കുന്നുണ്ട് ആ ഒരു ലീഡർ. അപ്പോൾ ആ ഒരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും ഇതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഓർഗനൈസേഷനിലുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യുന്നതോ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതൊക്കെ ഒരു ലീഡർ ആയിരിക്കും. അപ്പോൾ ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ ആ ഒരു ടീമിൻ്റെ മൊത്തത്തിലുള്ള ഒരാളാണ്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള. അപ്പോൾ അവർക്ക് വേണ്ട ഒരു എന്തൊക്കെയാണ് അവർക്ക് വേണ്ട ഒരു കാര്യങ്ങൾ, ആ ഒരു ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഒരു മനോവീര്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ജോലി ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഒരു ആത്മവിശ്വാസം ഉളവാക്കുന്നുണ്ട്. ഒരു ലീഡർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആണ്. അതുപോലെ അധികാരപ്രയോഗം കൊണ്ട് അവരുടെ ആ ഒരു അധികാരം, അവരുടെ ആ ഒരു പവർ വെച്ചിട്ട് മാത്രം ഒരു കാര്യം ഒരു എംപ്ലോയീസിനെ കൊണ്ട് അവർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. അവരുടെ ഗോൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ സാധ്യമല്ല. അതെന്താണ്, അത് ആ ഒരു എംപ്ലോയീസിനെ സ്വാധീനിക്കണം, അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവരെ എന്താണ് മോട്ടിവേറ്റ് ചെയ്താലേ ആ ഒരു ലീഡറിന് നല്ല രീതിയിൽ ആ ഒരു ടീമിനെ ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ എന്താണ് ഔപചാരിക ബന്ധങ്ങളിൽ കുറവുകൾ നിൽക്കുന്നത്. ഒരു നല്ലൊരു ലീഡർ എന്താണ് നമുക്ക് ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ആ ഒരു ബന്ധം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ എന്താണ് മാനേജ്മെൻറ്റിനും ജീവനക്കാർക്കും ഇടയിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതൊക്കെ പടുത്തുയർത്താൻ ഫലപ്രദമായ ഒരു നേതൃത്വത്തിന് കഴിയും. ഒരു നല്ലൊരു ലീഡർ ആ ഒരു ബന്ധം എങ്ങനെ ആളുകളോട് പെരുമാറണം, എങ്ങനെ അവരുടെ ജീവനക്കാരുടെ ഇടയിലുള്ള റിലേഷൻസ് കാത്തു സൂക്ഷിക്കണം, അങ്ങനെ അവരുടെ അടിത്തട്ടിൽ നിന്നിട്ട് അവരുടെ ആ ഒരു ചിന്താഗതിയിൽ നിന്നിട്ട് തന്നെ എല്ലാ രീതിയിലും അവരെ പ്രൊമോട്ട് ചെയ്യുന്നതോ അവരെ എൻകറേജ് ചെയ്യുന്നതോ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം ഒരു ലീഡർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ, ഒരു ലീഡറിന് വേണ്ടിയിട്ടുള്ള നല്ല ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ലൊരു നേതാവിന് ഉണ്ടാക്കേണ്ട ഗുണങ്ങൾ നോക്കാം. ബുദ്ധിശക്തി, ആശയവിനിമയത്തിനുള്ള സാമർഥ്യം, ജോലിയിൽ പരിജ്ഞാനം, മനുഷ്യത്വം, ആത്മവിശ്വാസം, സർഗാത്മക ചിന്തയെ മുൻകൈ എടുക്കാനുള്ള കഴിവും, ഉത്തരവാദിത്വ ബോധം, നല്ല പെരുമാറ്റം, അയവുള്ള സമീപനം, നല്ല വ്യക്തിത്വം, നയിക്കാനും പഠിപ്പിക്കുവാനുമുള്ള കഴിവ്, ക്ഷമ, സ്ഥിരത, വികാര നിയന്ത്രണത്തിനുള്ള കഴിവ്. ഇത്രയേറെ 12 കഴിവുകളാണ് ഈ ഒരു നല്ലൊരു ഗുഡ് ലീഡറിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീസ്. അപ്പോൾ ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള നല്ലൊരു ബുദ്ധിശക്തിയുള്ള ഒരാളായിരിക്കണം ഒരു ലീഡർ എന്ന് പറയുന്നത്. അതുപോലെ ആശയവിനിമയത്തിന് അയാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം, ആ ഒരു സാമർത്ഥ്യം ഉണ്ടായിരിക്കണം. അതുപോലെ ഒരു ജോലിയിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കണം ഒരു ലീഡർ എന്ന് പറയുന്നത്. എന്നാലേ അയാൾക്കൊരു ടീമിനെ ലീഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അതുപോലെ മനുഷ്യത്വം, ഒരു ഹ്യൂമാനിറ്റി ഉള്ള ഒരാളായിരിക്കണം. എന്താണെന്ന് വെച്ചാൽ എല്ലാ ലീഡർ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാൾ ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ട് ഇരുന്നാൽ ആ ഒരു എംപ്ലോയീസിന് ആ ഒരു കണക്ഷൻ അവിടെ വരില്ല, അവർ മോട്ടിവേറ്റഡ് ആവില്ല, അയാളെ ഫോളോ ചെയ്യില്ല. അപ്പോൾ ഒരു മനുഷ്യത്വമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ എന്താണ് പരിഗണിക്കും. അപ്പോൾ ആ ഒരു നമുക്ക് അവരുടെ ആ ഒരു പെരുമാറ്റത്തിലും എല്ലാം നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നമ്മൾ അവരെ ഫോളോ ചെയ്യും. അതുപോലെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം, സെൽഫ് കോൺഫിഡൻ്റ് ആയിരിക്കണം ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ. അയാൾ സെൽഫ് കോൺഫിഡൻ്റ് ആയാലേ നമ്മൾ ബാക്കി അയാളെ ഫോളോ ചെയ്ത് വരുന്ന ആൾക്കാരും കൂടെ കോൺഫിഡൻ്റ് ആവുള്ളൂ. പിന്നെ സർഗാത്മക ചിന്തയും മുൻകൈ എടുക്കാൻ, എല്ലാ കാര്യത്തിനും ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് മുൻകൈ എടുത്ത് എല്ലാ കാര്യങ്ങളും ചുമതലകളും എല്ലാ കാര്യങ്ങളിലും ഏറ്റെടുത്ത് അതേപോലെ നല്ലൊരു രീതിയിൽ സർഗാത്മക ചിന്തയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളായിരിക്കണം, ആ ഒരു കഴിവുള്ള ആളായിരിക്കണം ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ. അതുപോലെ ഉത്തരവാദിത്വ ബോധം ഉള്ള ഒരാളായിരിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതൊരു ജോലിയും ഭംഗിയായി തീർക്കണമെങ്കിലും മറ്റുള്ളവരെ കൊണ്ടൊരു ജോലി ചെയ്യിപ്പിക്കണമെങ്കിലും ഒക്കെ ഉള്ള ആ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം, ആ ഒരു ബോധം അയാൾക്ക് ഉണ്ടാവണം, ഉത്തരവാദിത്വ ബോധം. അതുപോലെ നല്ലൊരു പെരുമാറ്റമാവണം, നല്ലൊരു പെരുമാറ്റമായാലേ മറ്റുള്ളവർ അയാളെ അനുസരിക്കുള്ളൂ. ഭയങ്കര റൂഡായിട്ട് പെരുമാറുന്ന ഒരാൾ പറയുന്ന കാര്യം മറ്റുള്ളവരെ കേൾക്കില്ല, എല്ലാവരും അത് ഇഗ്നോർ ചെയ്ത് പോകും. പക്ഷെ നല്ലൊരു പെരുമാറ്റത്തിലൂടെ ഒരു ജോലി ഏൽപ്പിക്കുകയാണെങ്കിലും നല്ലൊരു രീതിയിലാണ് നല്ലൊരു ടേംസിലാണ് അവരുടെ എംപ്ലോയീസൊക്കെ ആയിട്ട് പോകുന്നതെങ്കിൽ ആ ഒരു ക്വാളിറ്റി അവർക്ക് ഉണ്ടാവണം ഒരു ഗുഡ് ലീഡറിന്. അയവുള്ള സമീപനം, അപ്പോൾ പല രീതിയിലുള്ള ആളുകളായിരിക്കും, അപ്പോൾ എല്ലാവരുടെ അടുത്തും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനും ഒരു നല്ല രീതിയിലുള്ള ഒരു സമീപനം ആയിരിക്കണം. എന്നാൽ എല്ലാവരും അയാളെ ഫോളോ ചെയ്യുക, അയാൾ പറയുന്ന കാര്യം അനുസരിക്കുക, ആ ഒരു ജോബ് എങ്ങനെയൊക്കെ ഭംഗിയായി തീർക്കാനൊക്കെ പറ്റുന്നത് പോലെ അവർ ചെയ്തു കൊടുക്കുകയുള്ളൂ. ആ ഒരു നല്ലൊരു സമീപനത്തിലൂടെ ആയിരിക്കണം എംപ്ലോയീസിനോടാണെങ്കിലും മറ്റുള്ള ഏതൊരു വ്യക്തികളോടാണെങ്കിലും. അതുപോലെ നല്ലൊരു വ്യക്തിത്വത്തിനുടമയായിരിക്കണം ഒരു ഗുഡ് ലീഡർ എന്ന് പറഞ്ഞാൽ. അതുപോലെ നയിക്കാനും പഠിക്കാനുമുള്ളൊരു കഴിവുള്ള ആളായിരിക്കണം. അതുപോലെ ക്ഷമ, സ്ഥിരത, വികാര നിയന്ത്രണത്തിനുള്ള കഴിവ്, അങ്ങനെ എല്ലാ ഫീലിങ്സും നമ്മൾ അങ്ങനെ ഭയങ്കര ഇപ്പോൾ ഷൗട്ട് ചെയ്യുകയാണെങ്കിലും അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുക. അതുപോലെ നല്ലൊരു ക്ഷമയുള്ള ആളായിരിക്കണം, ഒരു സ്ഥിരതയുള്ള ആളായിരിക്കണം ഒരു നല്ലൊരു ലീഡർ എന്ന് പറഞ്ഞാൽ.
നെക്സ്റ്റ് എലമെൻറ്റ് എന്താണ്? കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം. ആശയവിനിമയം എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയവിനിമയം എന്നാൽ ആശയങ്ങൾ കൈമാറൽ എന്നാണ് അർത്ഥം. രണ്ടോ അതിലധികമോ ആൾക്കാർ തമ്മിൽ വസ്തുതകൾ, ആശയങ്ങൾ, അഭിപ്രായങ്ങൾ, വികാരങ്ങൾ എന്നിവ കൈമാറുന്നതാണ് കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റിങ്ങിൻ്റെ ഫംഗ്ഷൻ്റെ ഒരു എലമെൻറ്റാണ്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എലമെൻറ്റാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഒരു പൊതുവായ ഒരു പൊതുവായ ഒരു ധാരണ ആളുകൾക്കിടയിലേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതേപോലത്തെ ഐഡിയകൾ, കാഴ്ചപ്പാട്, ആ ഒരു ഫാക്റ്റുകൾ, അതുപോലെ തന്നെ ഓരോ ഫീലിങ്സ് എല്ലാം ആളുകൾക്കിടയിലേക്ക് എത്തിക്കുന്നൊരു മാർഗ്ഗമാണ് ആശയവിനിമയം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പൊതുവായിട്ടുള്ളൊരു ധാരണ മറ്റുള്ള ആളുകളിലേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഏതിലൂടെയാണ്? ആശയവിനിമയത്തിലൂടെയാണ്. രണ്ടോ അതിലധികമോ ആൾക്കാർ തമ്മിൽ എന്തെങ്കിലും വസ്തുതകളോ ആശയങ്ങളോ അഭിപ്രായങ്ങളോ വികാരങ്ങളോ ഒക്കെ കൈമാറുന്ന ഒരു മീഡിയമാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ആശയവിനിമയം എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കുന്നതിനും പ്ലാനിങ്ങിനും സഹായിക്കുന്നുണ്ട് ആശയവിനിമയത്തിലൂടെ നമുക്ക് എന്താണ്? ഒരു ഡിസിഷൻ എടുക്കാനും അതുപോലെ പ്ലാനിങ്ങിനും ഒക്കെ എന്താണ്? ആശയവിനിമയം സഹായിക്കുന്നുണ്ട്. അതുപോലെ ഒരു സ്ഥാപനത്തിലെ പ്രവർത്തനം അത് സുഗമവും കാര്യക്ഷമവും ആക്കുന്നത് ഏതിലൂടെയാണ്? കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. അത് കൂടുതൽ ഈസി ആക്കുന്നത്. ആരും തമ്മിൽ പരസ്പരം സംസാരിക്കാതെ ഒരു കാര്യം ഒരു ക്ലാരിറ്റി വരുത്താതെ ഇരിക്കുമ്പോൾ എന്താണ്? ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ അവിടെ നടക്കില്ല. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പ്രവർത്തനം അത് ഏറ്റവും ഈസി ആവണമെങ്കിൽ എന്താണ്? ഒരു പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ ആവശ്യമാണ്. നെക്സ്റ്റ്, ജീവനക്കാരെ പ്രചോദിപ്പിക്കാൻ അവരുടെ മനോവീര്യവും വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കൂടുതൽ മോട്ടിവേഷനിലൂടെ നമുക്ക് മോട്ടിവേറ്റഡ് ആക്കാൻ പറ്റുന്നുണ്ട് ആളുകളെ, നമ്മുടെ ജീവനക്കാരെ, ജോലി ചെയ്യുന്ന എംപ്ലോയീസിനെയൊക്കെ. നെക്സ്റ്റ്, പൊതുജനങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കുന്നുണ്ട് ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ. അതുപോലെ ഫലപ്രദമായ നിയന്ത്രണത്തിന് സാധ്യതയുണ്ടാക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ ഒരു 4 എലമെൻറ്റ് ഇത്രയായിരുന്നു. സൂപ്പർവിഷനും മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ഈ ഒരു എലമെൻറ്റ്സാണ് ഡയറക്റ്റിങ്ങിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്, മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രോസസ്സാണ്. എന്താണ് നമ്മളെ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നതും അതുപോലെ നമ്മളെ ഗൈഡ് ചെയ്യുന്നതും അതുപോലെ കൗൺസിലിങ്ങും മോട്ടിവേറ്റിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡയറക്റ്റിംഗ് ഫീച്ചേഴ്സൊക്കെ എന്തൊക്കെയായിരുന്നു? ഇനീഷ്യേറ്റ് ആക്ഷൻ, അതുപോലെ പെർവാസീവ് ആണ്, കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഫ്ലോ ഫ്രം ടോപ്പ് ടു ബോട്ടം ആണ്. അപ്പോൾ ഒരു ജോലിക്കാരനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അവർ ആ ഒരു സ്ഥാപനത്തിൽ നല്ല രീതിയിലാണോ ജോലി ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസും മോട്ടിവേഷനും ഇൻസ്ട്രക്ഷൻസും ഒക്കെ കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.